വയനാട് പോകാൻ ആഗ്രഹിക്കാത്തവർ ആരും കാണില്ല അല്ലേ? വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഈ നാട്ടിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് കുറുവ ഐലൻഡ്. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായി പറയുന്നത് ഈ ദ്വീപ് കാണാൻ പോകുന്ന ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ പോയാൽ നിരാശരായി തിരിച്ചു പോകാനുണ്ട് വരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ നന്നായിരിക്കും. കുറുവ ദ്വീപ് കാണാൻ വരുന്നതിൻ്റെ തലേദിവസം അക്കോമഡേഷൻ നോക്കുമ്പോൾ ഒരുപാട് ദൂരെയൊന്നും പോകാതെ ഈ ദ്വീപിന് അടുത്തായി നല്ലൊരു അക്കോമഡേഷൻ നോക്കുന്നതാണ് നല്ലത്. മാനന്തവാടിയിലോ കാട്ടിക്കുളത്തോ അല്ലെങ്കിൽ കുറുവ ദ്വീപിനടുത്തോ നോക്കാം. ഞങ്ങൾ സ്റ്റേ ചെയ്തത് കാട്ടിക്കുളത്തുള്ള ഈഗിൾ റെസിഡൻസി എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ്. നല്ല ക്ലീനും നീറ്റുമായ അക്കോമഡേഷനാണ്. ഞങ്ങൾ 10 പേർക്ക് 2 റൂമും 4 ബെഡിനും കൂടി ആയത് വെറും 4000 രൂപയാണ്. കാട്ടിക്കുളത്ത് നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുറുവ ഐലൻഡിലെത്താം. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നല്ല രസമാവും കേട്ടോ. കാരണം കാട്ടിക്കുളത്ത് നിന്നും കുറുവ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിനുള്ളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാനുകളെ ആനേനെയൊക്കെ കാണാം. നമ്മൾ നല്ല ഫ്രഷ് ആനപ്പിണ്ടാവും പോലെ ഒരുപാട് മാനുകളെ കണ്ടിരുന്നു കേട്ടോ. ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു വൈബാണ് നമുക്ക്. ആ രാവിലത്തെ ചെറു മഞ്ഞൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ആ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയിരുന്ന് ആ യാത്ര നല്ല രസമാണ് കേട്ടോ. നമുക്ക് ആനേനെ കാണാൻ പറ്റിയില്ലല്ലോ, ഒരുപാട് മാനിനെ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുമ്പോൾ നല്ലത് കേട്ടോ. കാട്ടിക്കുളത്ത് നിന്ന് കുറുവയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് നല്ലൊരു ചായക്കട ശ്രദ്ധിച്ചത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. വിൻഡർഫോൾ എന്നാണ് ഈ ചായക്കടയുടെ പേര്. കുറുവയിൽ നിന്നും പോകുന്നവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ലൊക്കേഷൻ. ഇത് ഉണ്ടാക്കിക്കുന്നത് മൊത്തം നല്ല രസമാണ് കേട്ടോ. കാരണം മണ്ണ് വെച്ച് തേച്ച് അതുപോലെ ഫുള്ള് ബാമ്പൂവിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിനുള്ളിൽ കാണാം കേട്ടോ. ആ ചെയറാണെങ്കിൽ മരം വെട്ടിയിട്ടും ആ ടേബിളിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ബാമ്പൂ പീസസും ഒക്കെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചുമരിലൊരു വലിയ ആർട്ട് വർക്കൊക്കെ ഉണ്ട്. ഫുൾ ഒരു കലാകാരൻ ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് എന്തായാലും ഇവിടെ ഇരുന്നിട്ട്. നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വിട്ടു കേട്ടോ. നമ്മളൊരു 8 മണിക്ക് കുറുവ ദ്വീപിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ കണ്ടു കേട്ടോ. ഏകദേശം 50ഓളം പേര് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടി. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് വരുന്ന ആൾക്കാർ ഒരു 8 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്താൻ നോക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ കുറുവയുടെ പാർക്കിങ്ങിന് വന്നിക്കാൻ കേട്ടോ. അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. നമ്മുടെ വണ്ടി എടുക്കുന്നവിടെ. കുറുവ ദ്വീപിൽ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ദിവസം മാക്സിമം അലൗഡ് ആയിരിക്കുന്നത് 550 ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക. ഒരാൾക്ക് കിട്ടുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 10 എണ്ണമാണ്. ലൈഫ് ജാക്കറ്റൊക്കെ എടുത്താൽ ചേച്ചിരിക്കുന്നുണ്ട് കേട്ടോ. 5 ആൾക്ക് 400 രൂപയാണ് ഒരു ബോട്ടിന്. നമ്മൾ 2 ബോട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാവൽ പ്ലാൻ എത്ര ഈസി ആക്കാം കേട്ടോ. 1. കുറുവ ദ്വീപിനടുത്തുള്ള ഒരു ലൊക്കേഷൻ നോക്കി സ്റ്റേ ചെയ്യുക. 2. ടിക്കറ്റ് 9 മണിക്ക് കൊടുക്കുമെങ്കിലും രാവിലെ 8 മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. 3. ക്യൂവിൽ നിൽക്കുന്ന ഒരാൾക്ക് മാക്സിമം കിട്ടുന്ന ടിക്കറ്റ് 10 എണ്ണമാണ് കേട്ടോ. 4. ഒരാൾക്ക് എൻട്രി ഫീ 110 രൂപയാണ്. ഒരു ദിവസം മാക്സിമം 550 പേരെയാണ് കടത്തിവിടുന്നത്. നേരത്തെ എത്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. 5. ATM നിന്നും പൈസ എല്ലാം എടുത്ത് വേണം ഇവിടെ ചെല്ലാൻ. ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല കേട്ടോ. 6. പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുഡ് അങ്ങനെയൊന്നും ഈ ദ്വീപിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല കേട്ടോ. 7. കുടിവെള്ളം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാക്കി കൊണ്ടുപോകാം. പക്ഷേ അവർ 100 രൂപ വാങ്ങി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാലും നിങ്ങൾ തിരിച്ചു പോകുന്ന നേരത്ത് ആ സ്റ്റിക്കർ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ തിരിച്ച് കിട്ടുന്നതാണ് കേട്ടോ. 8. എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളതാണ് ബാംബൂ റാഫ്റ്റിംഗ്. അതുകൂടാതെ സെപ്പറേറ്റ് ബാംബൂ റാഫ്റ്റിംഗ് ടിക്കറ്റിന് എടുത്താൽ 15 മിനിറ്റ് നമുക്ക് റാഫ്റ്റിംഗ് നടത്താം. 9. സ്പെഷ്യൽ ബാംബൂ റാഫ്റ്റിംഗ് എടുത്താൽ എൻട്രിയുടെ കൂടെയുള്ള റാഫ്റ്റിംഗ് വഴി ദ്വീപിലേക്ക് കടക്കാൻ ക്യൂ നിൽക്കേണ്ടി വരുന്ന കാര്യമില്ല. 10. 3 മണിക്കൂർ അവിടെ ചിലവഴിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ച് വരിക.
അതെ ബാക്കിൽ നിന്ന് എണിക്കരുത് കേട്ടോ, ബാക്കിൽ നിന്ന് എണിക്കരുത്. നിങ്ങൾ ആദ്യം എണിച്ചു കേട്ടോ. നിങ്ങൾ എണീറ്റ് വരുമ്പോൾ ജാക്കറ്റ് ആ പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. ദേണ്ട ആ കിടക്കുന്നത് നല്ല മുതല വല്ലതാണ്. കിടക്കുന്നത് വേറെ കല്ല. ആയി മീൻ കടിക്കണം. പുഷ്പ അല്ലോണ്ട്. അത് പായലുണ്ട്.